ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ. ഇപ്പോൾ ഇതാ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും 2018 പോലെ ഒരു പ്രളയം കേരളത്തിൽ ഉണ്ടായിരിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് റാന്നി, ഈരാറ്റുപേട്ട, പാല പോലുള്ള സ്ഥലങ്ങൾ പലതും വെള്ളത്തിൽ ഇപ്പോൾ മുങ്ങിയിരിക്കുകയാണ്. ദിവസങ്ങളായിട്ട് അവിടെ വെള്ളം പൊങ്ങിക്കിടക്കുന്ന ഒരു അവസ്ഥയുണ്ട്. എപ്പോൾ വെള്ളപ്പൊക്കമുണ്ടായാലും അത് കഴിഞ്ഞ് നമ്മൾ ഭയപ്പെടേണ്ട ഒരു വലിയ രോഗമാണ് എലിപ്പനി. നമ്മുടെ നാട്ടിലാണെങ്കിലും ഏതൊരു നാട്ടിലാണെങ്കിലും വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഫോളോ ചെയ്തിട്ട് എലിയുടെ മൂത്രത്തിൽ നിന്നുമുള്ള ഈ എലിപ്പനി പടരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായും ശ്രദ്ധിക്കുക, കേൾക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക. എലിപ്പനി ശ്രദ്ധിച്ചില്ലെങ്കിൽ മരണം വരെ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു മാരകമായിട്ടുള്ള ഒരു ബാക്ടീരിയൽ രോഗമാണ്. ഈ സാധാരണ നമ്മൾ എലിപ്പനി എന്ന് പറയുന്നത് എലിയിൽ നിന്നാണ് പകരുന്നതെന്ന് പറയുന്നെങ്കിൽ എലി മാത്രമല്ല, അണ്ണാൻ, മുള്ളംപന്നി, ഗിനിപ്പന്നി പോലുള്ള മൃഗങ്ങളിൽ നിന്നും നമ്മുടെ വീട്ടിൽ വളർത്തുന്ന നായയുടെ മൂത്രത്തിൽ നിന്ന് പോലും ഈ എലിപ്പനി പടരാനുള്ള സാധ്യതയുണ്ട്. ഇത് ഈ ബാക്ടീരിയ വെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ, അതിപ്പോൾ ഒഴുകുന്ന വളരെ പതിയെ ഒഴുകുന്ന വെള്ളമായിക്കോട്ടെ, വെള്ളപ്പൊക്കത്തിൽ കെട്ടി നിൽക്കുന്ന വെള്ളമായിക്കോട്ടെ, നമ്മുടെ വീട്ടിലും മുറ്റത്തും വരുന്ന ചെളി വെള്ളമായിക്കോട്ടെ, ഈ വെള്ളത്തിൽ ഞാൻ ഈ പറഞ്ഞ ജീവികളുടെ മൂത്രം വന്നു കഴിഞ്ഞാൽ അവയ്ക്കകത്ത് ഈ ബാക്ടീരിയയുടെ സാന്നിധ്യം ഉണ്ടെങ്കിൽ ഏകദേശം 1 മാസം മുതൽ 4 മാസം വരെ ഈ ബാക്ടീരിയകൾക്ക് ഈ വെള്ളത്തിൽ ജീവിക്കാനുള്ള ശേഷിയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ചെളി വെള്ളത്തിൽ അധികം ഇറങ്ങരുത്, വെള്ളപ്പൊക്കത്തിലുള്ള വെള്ളത്തിലേക്ക് അധികം പോകരുത് എന്ന് നിർബന്ധമായിട്ടും പറയുന്നത്. ഇത് നേരിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് പ്രവർത്തിക്കുന്നത് വായയിൽ കൂടിയിട്ടല്ല, നമ്മുടെ കാലിലോ നമ്മുടെ ശരീരത്തിലോ ഉള്ള കുഞ്ഞു മുറിവുകൾ, നമ്മൾ കാണുന്നതിനെക്കാട്ടിയും വളരെ ചെറിയ മുറിവുകളുണ്ടെങ്കിൽ ഈ ബാക്ടീരിയകൾ വഴി ഇത് രക്തത്തിലേക്ക് കയറാനുള്ള സാധ്യതയുണ്ട്. ഈ ബാക്ടീരിയകൾ രക്തത്തിൽ കയറിക്കഴിഞ്ഞാൽ ഏകദേശം 5 മുതൽ 15 ദിവസത്തിനകത്ത് ഇവയുടെ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങും. ഈ ബാക്ടീരിയകൾ സാധാരണഗതിയിൽ ഇപ്പോൾ വളരെ ഗുരുതരമായിട്ടുള്ള രോഗമല്ല, അത്യാവശ്യം രോഗപ്രതിരോധ ശേഷിയുണ്ടെങ്കിൽ വളരെ മൈൽഡായിട്ട് വരുന്നത് ഒരു സാധാരണ ഫ്ലൂ പനി പോലെ വരും. അതായത് ശക്തമായ ശരീരം വേദന, കാലുവേദന, നല്ല കടുത്ത പനി, അതോടൊപ്പം കണ്ണിന് ചെറിയ ചുവപ്പ് നിറം, അതോടൊപ്പം ഓർക്കാനം, ഛർദിൽ, കടുത്ത തലവേദന, ഈ ലക്ഷണങ്ങളൊക്കെ ആയിട്ടാണ് വരിക. നല്ല കുളിരുമൊക്കെ ഉണ്ടാവും. സാധാരണ ഒരു വൈറൽ പനിക്ക് ലക്ഷണങ്ങൾ കാണിക്കാറുണ്ടല്ലോ. എന്നാൽ അത് കഴിഞ്ഞ് ഈ ഗുരുതരമാകുന്ന ഒരു സാഹചര്യം വരുമ്പോഴാണ് ഇത് നമുക്ക് പലപ്പോഴും മരണത്തിലേക്ക് വരെ എത്തിക്കുന്നത്. എലിപ്പനി ബാധിച്ച് എല്ലായ്പ്പോഴും മഴക്കാലത്ത് കേരളത്തിൽ അങ്ങായിട്ട് മരണങ്ങൾ ഉണ്ടാകാറുണ്ട്. എന്നാൽ വെള്ളപ്പൊക്ക സമയത്ത് ഇത് അപകടകരമാകുന്നത് ഇത് വളരെ മാസീവായിട്ടുള്ള ആൾക്കാർക്ക് വരാനുള്ള സാധ്യത നിലനിൽക്കുന്നുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറയുന്ന ലക്ഷണങ്ങൾ ശ്രദ്ധിക്കുക. പനി വന്ന് ഒരാഴ്ചയൊക്കെ ആകുമ്പോൾ കടുത്ത മഞ്ഞപ്പിത്തത്തിൻ്റെ ലക്ഷണം, സ്കിന്നിന് മഞ്ഞ നിറം കാണുക, കണ്ണിനകത്ത് ഒരു മഞ്ഞ നിറം കാണുക, ഓർക്കാനം പോലുള്ള ലക്ഷണങ്ങൾ കാണിക്കുക, അതേപോലെ നിങ്ങളുടെ മൂത്രത്തിൻ്റെ അളവ് താരതമ്യേന നന്നായിട്ട് കുറഞ്ഞു പോവുക, നടുവേദന കാണുന്നു, ഇതോടൊപ്പം ശരീരത്തിൽ അങ്ങിങ്ങായിട്ട് ചെറിയ ചുവപ്പ് കുത്തുകൾ പോലുള്ള പാടുകൾ കാണുക, കണ്ണിന് ചുവപ്പ് നിറം കാണുക, ഈ ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ ഇത് താരതമ്യേന ഗുരുതരമാകുന്നു എന്ന് പറയാൻ പറ്റും. എപ്പോഴാണ് ഈ എലിപ്പനി വളരെയധികം മോശാവസ്ഥയിലേക്ക് എത്തിക്കുന്നതെന്നറിയാമോ? നമ്മുടെ ശരീരത്തിൽ കയറുന്ന ബാക്ടീരിയ ശരീരത്തിൽ ബാധിച്ച് നമ്മുടെ കരളിനെയും വൃക്കയെയും ബാധിച്ചു കഴിയുമ്പോൾ ഒന്ന് കരളിൻ്റെ പ്രവർത്തനം കംപ്ലീറ്റ് താറുമാറാവും, കൂടാതെ വൃക്കകളുടെ പ്രവർത്തനം നിലച്ചു പോകുന്ന സാഹചര്യം ഉണ്ടാവും. ഇങ്ങനെയാണ് രോഗി വളരെ ഗുരുതരാവസ്ഥയിലും മരണത്തിലേക്ക് വരെ ചെന്നെത്തുന്നത്. ഈ ഒരു അവസ്ഥ വരാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഒന്ന് നിങ്ങൾ ഉറപ്പായിട്ടും ഇപ്പോഴത്തെ ഈ മഴവെള്ളത്തിലേക്ക് മാക്സിമം പോകാതിരിക്കുക. മഴവെള്ളത്തിൽ പോയി വന്നു കഴിഞ്ഞാൽ കൈകാലുകൾ പൂർണ്ണമായിട്ടും കഴുകി തുടച്ച് വൃത്തിയാക്കുക. പലരും ഈ മഴയത്തോ ഇല്ലെങ്കിൽ വെള്ളപ്പൊക്കം കാണാനായിട്ട് പോവുകയോ, കൊച്ചുകുട്ടികളൊക്കെ പലപ്പോഴും ഇപ്പോഴത്തെ ഈ മഴ മുറ്റത്തൊക്കെ വെള്ളം കെട്ടി നിൽക്കുമ്പോൾ അതിനകത്ത് ഇറങ്ങി കളിക്കുക, ഈ കാര്യങ്ങളൊന്നും കഴിയുന്നത്ര ഈ മഴക്കാലം വെള്ളപ്പൊക്കം മാറുന്നവരെ ചെയ്യരുത്. മാത്രമല്ല, നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള പനി ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ശരീരം ഒരു പനി ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു ഡോക്ടറെ കണ്ട് ഇതെന്തെങ്കിലും രോഗലക്ഷണങ്ങൾ ഉണ്ടോ എന്ന് നോക്കണം. ഞാൻ പറഞ്ഞല്ലോ, ഈ പനിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് കടുത്ത ശരീരം വേദനയും തലവേദന, അതോടൊപ്പം കണ്ണിന് ചുവപ്പ് നിറം കൂടി വരും. അതോടൊപ്പം ഈ നമുക്ക് നടുവേദനയും, മൂത്രത്തിന് ഇറിറ്റേഷൻ, മൂത്രത്തിൽ രക്തത്തിൻ്റെ സാന്നിധ്യം കാണുക, മലം ലൂസായിട്ട് പോവുക, മലത്തിൽ രക്തത്തിൻ്റെ സാന്നിധ്യം കാണുക, ഇങ്ങനെയെല്ലാം ഒരു ലക്ഷണങ്ങൾ ഇവയിൽ കണ്ടുവന്ന് വരാം. ഈ തരത്തിലുള്ള ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ എലിപ്പനിയാണോ എന്നുള്ളത് പരിശോധിക്കണം. എലിപ്പനി പ്രധാനമായിട്ടും ബ്ലഡ് ടെസ്റ്റ് അറിയുന്നത് നമ്മൾ മുമ്പ് കോവിഡിന് നോക്കിയിട്ടുള്ള PCR ടെസ്റ്റില്ല, RT-PCR, അതിനകത്താണ് ഈ ടെസ്റ്റിനകത്താണ് കൃത്യമായിട്ട് ഈ ബാക്ടീരിയ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. കറക്റ്റായിട്ട് ചികിത്സ കൊടുത്തു കഴിഞ്ഞാൽ ഈ രോഗിയെ നമുക്ക് രക്ഷിക്കാനായിട്ട് സാധിക്കും. കഴിയുന്നത്ര മഴക്കാലം കഴിയുന്നവരെ ചൂടാക്കി തണുപ്പിച്ച വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കണം. കഴിയുന്നത്ര ഈ പറഞ്ഞ മൃഗങ്ങൾ, ഇപ്പോൾ എലിയൊക്കെ ഉള്ള അന്തരീക്ഷത്തിൽ ആ സ്ഥലത്തേക്ക് പോകരുത്. പ്രധാനമായിട്ടും പച്ചക്കറി കടകൾ, പലവ്യഞ്ജന കടകൾ, ഇവയുടെ അടുത്തുള്ള ഓടകളിലൊക്കെ ഇവയുടെ മൂത്രം കാണാനുള്ള സാധ്യതയുണ്ട്. മഴ പെയ്യുന്ന സമയത്ത് ഈ വെള്ളവും ഈ മൂത്രവും ഇവയ്ക്കകത്തുള്ള ബാക്ടീരിയ എല്ലാം നിങ്ങളുടെ വീട് മുറ്റത്ത് വരെ എത്താം. അതുകൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധിക്കുക. ഞാൻ ഈ പറഞ്ഞ ഇൻഫർമേഷൻ നിങ്ങളെല്ലാ കുടുംബത്തിൻ്റെ അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക. ഇപ്പോൾ ഈ വെള്ളപ്പൊക്ക സമയത്ത് മലയാളികൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട രോഗമാണിത്. വീണ്ടും മറ്റൊരവസരത്തിൽ പുതിയൊരു അപ്ഡേറ്റുമായി കണ്ടുമുട്ടാം. ബൈ.